ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗിൻ്റെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ വ്ളോഗ് നമ്പർ 2 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ, എന്ത് കഴിക്കുന്നോ, എവിടെ പോകുന്നോ, അതെല്ലാം ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയ ചാനലല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഡേ 2 വിശേഷങ്ങൾ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് കട്ടൻ ചായ ഇടുക എന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ ബാച്ചിലേഴ്സ് ഒറ്റയ്ക്കുള്ളപ്പം ഇങ്ങനെയൊക്കെയാണല്ലോ, നമുക്ക് ഇത്ര ആരും ഇല്ലല്ലോ. അപ്പം നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ ഇങ്ങനെ റോഡ് കാണാം, നല്ല വ്യൂവാണ്. റോഡും കാണാം, അപ്പുറത്തൊരു പാടമൊക്കെ ഉണ്ട്. കണ്ട, ഇതാണ് വ്യൂ വെളിയിലോട്ട് നോക്കുമ്പോൾ ഉള്ള. ഒരു കൈ കൊണ്ട് ഒക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള പോരായ്മയൊക്കെ കാണും. അപ്പം ജസ്റ്റ് തിളച്ചു നമ്മുടെ കട്ടൻ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കട്ടൻ ഒഴിക്കാം. കട്ടനിട്ട് ഇങ്ങനെ വെച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുടിക്കുന്നതാണ് പതിവ്. കറണ്ട് രാവിലെ ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരികയൊക്കെ ചെയ്യും. അപ്പം കട്ടനൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം? ഇന്നലെ ദോശയായിരുന്നു, മാവൊന്നും ഇല്ല. ആട്ടിയ മാവൊക്കെ തീർന്നു. ഗോതമ്പ് ദോശ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കാം, ഗോതമ്പുണ്ട്. അപ്പം കട്ടൻ കുടിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചോറ് ഒന്ന് റെഡിയാക്കണം. ഇത് നമുക്കെടുത്ത് ഒന്നുകൂടെ വേവിച്ചാലേ ഇത് സെറ്റ് ആവത്തുള്ളൂ. റൈസ് കുക്കർ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ആവത്തില്ല. അപ്പോൾ ഇതൊന്ന് വേണ്ട, ഒന്നുകൂടെ ഒന്ന് വെന്ത് സെറ്റായി വരും. എന്നിട്ട് നമുക്ക് ഊറ്റാം. കട്ടൻ ചായയുമായിട്ട് സിറ്റ് ഔട്ടിലേക്ക്. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് കാണാം. കൈ പൊള്ളി, മറന്നുപോയി. അപ്പോൾ തിളച്ച് വരുന്നതേ ഉള്ളൂ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ അന്നേരം മൊബൈൽ ട്രൈപോഡിലെങ്ങനെ വെക്കാൻ നോക്കാം. ഇനി ഞാൻ കുറേ ചെടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുപ്പിയിലായിട്ടൊക്കെ. ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊടുക്കും. ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പയർ വേവിച്ച് പയർ തോരൻ വെക്കാം. ആദ്യം നമ്മൾ പയറെല്ലാം കഴുകി അടപ്പത്ത് വെച്ചു. ഇനി ഇത് നമുക്ക് തോരൻ ഉണ്ടാക്കാം, പയർ തോരൻ. നമ്മുടെ ചോറ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. മീൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പോൾ അത് സെറ്റാവട്ടെ. നമ്മുടെ പയർ തിളയ്ക്കാൻ തുടങ്ങി. പയർ തിളച്ച് തുടങ്ങി. ഇനി ഇതിന് അരപ്പുണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ പോയി ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുക്കാം. ഇന്നലത്തെ ചിക്കൻ കറിയാണ് ഫ്രിഡ്ജിലിരിക്കുന്നത്. പച്ചമുളക്. അപ്പോൾ ഇത് അരയ്ക്കണം. പയർ തോരന് വേണ്ടിയിട്ട് ഉള്ള തേങ്ങ
കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ജീരകം, ശകലം. ഇങ്ങനെ നമ്മുടെ അരപ്പ് നമ്മുടെ സെറ്റായി. ഇനി നമുക്ക് ഇത് അതിനകത്തോട്ട് ഇടാം. എന്തായി നമ്മുടെ പയറെന്ന് നോക്കാം. ചൂട് ഇതെന്തോന്ന് നോക്കണം. ഈ വെള്ളം വറ്റണം. നോക്കട്ടെ. പയറ് വെന്ത് ആ വെള്ളം കൂടെ ഒന്ന് വറ്റണം. എന്നിട്ട് നമുക്ക് അരപ്പിടാം. ഇതിൻ്റെ മേളിലൊക്കെ വെച്ചിട്ടാണ്, ഇതിൻ്റെ മേളിലൊക്കെ വെച്ച് ആണ് വീഡിയോ എടുക്കുന്നത്. ചോറും സെറ്റായി. ഇതൊന്ന് തിളപ്പിച്ച് ഇതൊന്ന് അടച്ചിടണം. ഇനി നമുക്ക് ചോറ് സെറ്റാക്കാം. നല്ല ചൂട്. അരി അടച്ചിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചൂട് വെള്ളമാണ്. ദേഹത്ത് വീണാൽ കൈയൊക്കെ പൊള്ളിപ്പോകും. ഞാൻ ഇങ്ങനെയാണ് അരി അടച്ചിടുന്നത്. ഇപ്പം നമ്മുടെ പയറിനകത്ത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ കൂട്ടിനകത്തേക്ക് ഇടാം, അരച്ച് വെച്ച്. അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ ഇത് ഇട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചിടാം. അപ്പോഴത്തേക്കിനത് വേവും. ആ അരപ്പൊക്കെ ഒന്ന് ചോറ്റും സെറ്റായി. ഇനി കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് നമുക്കിടാം. ഇതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ കടുക് വറുത്തിടാം. ഞാൻ ഇപ്പോൾ കടുകൊന്നും വറുത്തിട്ടിട്ടില്ല. ഞാൻ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ചെറുതായിട്ട് ഒഴിച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ, ശകലം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കിയാൽ രാവിലെ വൈകിട്ടും എടുക്കാമല്ലോ. രാത്രിയിലും ചപ്പാത്തി. ഇപ്പോൾ ഗോതമ്പ് പൊടി ആണ്. ഉണ്ടാക്കുമ്പോൾ 2 നേരത്തേക്കാണ് ഉണ്ടാകുന്നത്. പിന്നെ വൈകുന്നേരം പിന്നെ ഉണ്ടാക്കണ്ടല്ലോ. കുറച്ച് ഉപ്പും കൂടെ ഇടണം. ചില ദിവസം ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കുളമായി പോകും, കൂടിപ്പോകും. ഇപ്പോൾ എന്തെങ്കിലും കുറഞ്ഞാലും കുഴപ്പമില്ല. കൂടിയാലാണ് പണിയാവുന്നത്. ഇത് ചൂടുവെള്ളത്തിൽ വേണമെങ്കിലും കുഴയ്ക്കാം, പച്ച വെള്ളത്തിൽ കുഴയ്ക്കാം. പച്ച വെള്ളത്തിൽ കുഴച്ചാൽ നന്നായിട്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത് കേട്ടോ. കൂടുതലും പച്ചവെള്ളത്തിലാണ്. ചിലർ പറഞ്ഞ ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചിട്ടുണ്ട്. ഇതിനി ഇപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം, എന്നിട്ട് പിന്നെ ഉണ്ടാക്കാം. അപ്പോൾ അത് അടച്ചവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് ഉള്ളിക്കറി. ചിലർ കൈ വെച്ചെടുക്കും. എനിക്ക് കൈ വെച്ചെടുക്കാൻ പറ്റൂല, എൻ്റെ കൈയൊക്കെ മുറിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. തക്കാളി ഇല്ല, പോയി തക്കാളി മേടിച്ചുകൊണ്ട് വരാം. അപ്പം നമ്മുടെ ചോറ് സെറ്റായി. ഇതൊന്ന് ഇനി ഊറ്റി പൊരിച്ചാൽ മതി. അപ്പോൾ ചോറുമായി, നമ്മുടെ പയറ് തോരനുമായി. പയറ് തോരനും ചോറും. ഇനി എന്തെങ്കിലും നോക്കട്ടെ, മീൻ മേടിക്കാൻ പോകാൻ. ഇനി നമുക്ക് തക്കാളി മേടിക്കാനായിട്ട് കടയിലോട്ട് പോകാം. അപ്പം മീനുണ്ടെങ്കിൽ മീനൂടെ നോക്കാം. റെഡി ആവട്ടെ, നമുക്ക് കടയിൽ പോയിട്ട് വരാം. അങ്ങനെ ഞാൻ കടയിൽ പോകാനായിട്ട് എത്തിയാണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, ഇതൊരു പാടമാണ് കേട്ടോ. ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട്. കാണിച്ചു തരാവേ.
അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ കടയിൽ പോയിട്ട് തിരിച്ചെത്തി, സാധനങ്ങളൊക്കെ മേടിച്ചു, മീനും കിട്ടി കേട്ടോ. മീനും കിട്ടി. അയ്യോ താഴെ പോയി. മീൻ മേടിച്ചു ഗൈസ്, കാണിക്കാം. അപ്പം നമ്മുടെ മീൻ മേടിച്ചത് തട്ടിയിടാം. ഇതാണ്ട് ഈ മീനാണ് മേടിച്ചത്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നത്? ഈ മീൻ 4 എണ്ണത്തിന് 130 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇരുന്ന് ഇതാവട്ടെ. നമുക്ക് ഇത് അരിഞ്ഞ് വെച്ചേക്കുന്നത് കറിയാക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വെക്കാനായിട്ട് പാനൊക്കെ വെച്ചു. കാണ്ട ഉള്ളി. അപ്പോൾ ഇതെല്ലാം കൂടെ തട്ടിയിടാം. വേറെ പാത്രമൊന്നും ഒഴിവില്ല, 2-3 പാത്രങ്ങളേ ഉള്ളൂ. ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എനിക്ക് പാനകത്ത് വെക്കുന്നതിനോട് താല്പര്യമില്ല. പിന്നെ വേറെ പാത്രങ്ങൾ ഒഴിവില്ലാത്തത് കൊണ്ട് ഇതിൽ വെക്കാം. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ, പെട്ടെന്ന് സെറ്റാവും. നമുക്കിതിരി ഇതുകൂടി ഇടാം, പിന്നെ ഉപ്പുകൂടി ഇടാം. അപ്പം പെട്ടെന്ന് ഇത് വഴണ്ട് വരും. ഓക്കെ, കറണ്ട് പോയി, കൂടെ പോകും ഇവിടെ. കറണ്ട് എന്താണോ എന്തോ. ഇതൊന്ന് സെറ്റാവട്ടെ, എന്നിട്ട് ബാക്കി സാധനം എല്ലാം കൂടി ഇട്ട് ഒരു കറി, ഉള്ളിക്കറിന്ന് വേണേൽ പറയാം, തക്കാളി കറിന്ന് വേണേൽ പറയാം. ഇനി മീൻകറി വെക്കണം. മീൻകറി കൂടെ വെച്ചാൽ മതി, നല്ല ചോറും എല്ലാം സെറ്റായല്ലോ. അപ്പോൾ ഇതൊന്ന് സെറ്റാവട്ടെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി നമുക്ക് ബോളാക്കാം. ചപ്പാത്തിയുടെ മാവെല്ലാം ബോളൊക്കെ ആക്കി. ഉള്ളി വരണ്ടോന്ന് നോക്കട്ടെ. ഉള്ളി ഏകദേശമായി, കുറച്ചുകൂടെ ആവട്ടെ. നമ്മൾ ഉള്ളി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം ഈ സംഭവങ്ങളൊക്കെ ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊക്കെ ഇട്ടു. അതും കൂടെ ഒന്ന് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഇടാം. ഇതെല്ലാം തട്ടിക്കൂട്ടി പരിപാടികളാണ്. ഇപ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇനി ഇതൊന്ന് വാട്ടോ പോകുന്നു. ഇനി ഇതൊന്ന് മൂപ്പിക്കട്ടെ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കറി സെറ്റായി വരും. അപ്പോൾ ഇതൊന്ന് മൂത്ത് സെറ്റാവട്ടെ. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി പരത്താം. ചപ്പാത്തി പരത്തുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കത്തേ ഉള്ളേ, ബാക്കി എല്ലാം കൂടെ കാണിക്കാൻ നിന്ന വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പം നമ്മുടെ ഉള്ളിക്കറി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അത് അടപ്പയിലിരിക്കുക. ചപ്പാത്തി കടയിൽ നിന്ന് മേടിച്ചാൽ എളുപ്പമാണ്, എടുത്ത് കല്ലയിലോട്ട് ഇട്ടാൽ മതി. പക്ഷേ എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ചപ്പാത്തി ഇഷ്ടമല്ല. അതിൻ്റെ വേറെ ടേസ്റ്റ് ഒരു റബ്ബർ പോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് താല്പര്യമില്ല. ഞാൻ അങ്ങനെ അത് മേടിക്കാറേ ഇല്ല. ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഞാനിങ്ങനെ രാവിലത്തേക്കും രാത്രിയിലേക്കും അങ്ങ് ഉണ്ടാക്കി വെക്കും. രാത്രി ഉണ്ടാക്കുവാണെങ്കിലും പിറ്റേന്ന് രാവിലത്തേക്കും കൂടെയൊക്കെ അങ്ങ് ഉണ്ടാക്കി വെക്കുന്നത്. സിമ്പിളാണ്. കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും കിട്ടത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ,
അതുകൊണ്ടൊന്ന് മാറ്റി വെച്ച് കുറച്ച് ഒരു 3-4 ഉണ്ടാക്കി വെച്ചിട്ട് ചുട്ടു വിടാം. എന്നിട്ട് ഇങ്ങനെ ലൈവായിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി ചപ്പാത്തി ഇതെല്ലാം പരത്തിയിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കറി എന്തായാലും നോക്കിയേക്കാം. ഇത് ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇതിൻ്റെ പരിപാടിയും കൂടെ ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ഉള്ളിക്കറി സെറ്റായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇച്ചിരിയും കൂടെ വറ്റിക്കണം. അപ്പോൾ ഇനി ചപ്പാത്തി ചൂടാനായിട്ട് പാനൊക്കെ എടുത്ത് അടപ്പത്ത് വെച്ച് കണ്ട് ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി പരത്തണം. ഇനി ബാക്കി ഉണ്ടാക്കിയിട്ട് വരാമേ. അപ്പോൾ ചപ്പാത്തി ചൂടായി പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് എണ്ണ മേത്ത് ഇത് തേച്ച് കഴിയുമ്പോഴത്തേന് പൊങ്ങി വരും. അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തേക്കത്തേ ഉള്ളൂ. അപ്പോൾ ചപ്പാത്തി റെഡിയാക്കട്ടെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ചപ്പാത്തിയും ഉള്ളിക്കറിയും. ഉള്ളിക്കറിയെന്നോ തക്കാളിക്കറിയെന്നോ ഒക്കെ പറയാം. തക്കാളിക്കറി എന്ന് പറയാം, ഉള്ളിക്കറി. അപ്പം കഴിക്കട്ടെ. ഇനി നമുക്ക് കഴിച്ചിട്ട് പിന്നെ ഇനി ഉച്ചക്കലത്തെ ഊടിനുള്ള മീൻകറി, നമ്മൾ മീൻ മേടിച്ചില്ലേ, അത് വെള്ളത്തിൽ കിടക്കുക, അതൊക്കെ സെറ്റാക്കണം. അപ്പം ഇനി കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തി, ഉള്ളിക്കറിയും പഴവും. അപ്പോൾ ഇനി കഴിക്കട്ടെ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കഴിച്ചിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കൊള്ളാമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഒരു പണി കിട്ടി. ഉള്ളിക്കറിക്ക് ശകല ഉപ്പ് കൂടിപ്പോയി. ഞാൻ എന്തോ ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഉപ്പൊക്കെ കൂടിപ്പോവും. അത് ഇങ്ങനെ വീഡിയോ എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ ഈ പണി കിട്ടുന്നത്. അല്ലാതെ അന്ന് ഞാൻ ശ്രദ്ധിച്ചെടുത്തോളൂ. അപ്പോൾ ചപ്പാത്തിയും ഉള്ളിക്കറിയും. അപ്പോൾ ഇനി കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് പരിപാടിയൊക്കെ കാണാം.